ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മളുടെ യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള ഡ്രൈവർ എക്സാം ഈ ഒരു വീക്കിൽ നടക്കുകയാണ് അല്ലേ. ജൂലൈൻ്റെ 15-ാം തീയതിയും 17-ാം തീയതിയും 22-ാം തീയതി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ 3 യൂണിഫോം പോസ്റ്റുകളിലോട്ടുള്ള ഫയർമാൻ ഡ്രൈവർ, അതേപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അതേപോലെ തന്നെ നമ്മൾ പ്രിസൺ ഡ്രൈവർ എന്ന് പറയുന്ന പ്രിസൺ വാർഡർ കം ഡ്രൈവർ എന്നുള്ള ഈ ഒരു പോസ്റ്റിലോട്ടുള്ള 3ലോട്ടുള്ള എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 3ന്റെയും ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ സിലബസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. നമുക്കതിൽ 30 മാർക്കിനുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. ജസ്റ്റ് നമുക്ക് പറയാം, ഫയർമാൻ ഡ്രൈവറിനാണെങ്കിലും പോലീസ് ഡ്രൈവറിനാണെങ്കിലും പ്രിസൺ ഡ്രൈവറിനാണെന്നുണ്ടെങ്കിലും സെയിം ആയിട്ടുള്ള സിലബസ് തന്നെയാണ് കൃത്യമായിട്ട് നമുക്ക് ആ ഇതിൽ വന്നിട്ടുള്ളത്, സിലബസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ആ 3 എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ആ സിലബസിലെ 4 മൊഡ്യൂളുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ടിരുന്നു, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു എന്നുള്ള കാര്യം നമ്മളൊന്ന് ക്വിക്കായിട്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഓരോ തവണ കൂടി റിവിഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പാക്കുക. പഠിക്കാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് ഏതൊക്കെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് പ്രീവിയസ്ലി നടന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്നൊന്ന് ഡിസ്കഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. ഫസ്റ്റ് അറിയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, 6 മൊഡ്യൂളുകളായിട്ടാണ് നമ്മൾ ഇതിൽ സിലബസ് വന്നിട്ടുള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 5 മാർക്ക് വീതം അല്ലെ. അങ്ങനെ 6 × 5 30 മാർക്കാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാർക്കിന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ 5 മാർക്കിനുണ്ട്. അതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൊഡ്യൂളിൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണെന്നുണ്ടെങ്കിലും സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ ആണെങ്കിലും കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ ആണെങ്കിലും ഇതാണല്ലോ നമ്മൾ ഈ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഏറ്റവും പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള രേഖ എന്ന് പറയുന്നത് അല്ലെ. മോട്ടോർ വെഹിക്കിൾ ആക്ടും അതേപോലെ തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസും കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസും അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസും, ഈ 4 രേഖകളാണ്. ഈ 4 ആക്ടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻസ് ആണ് അല്ലെ. അതായത് ആ ആക്ടിൽ ഓരോ ടേമുകൾ പറഞ്ഞിട്ടുണ്ടാവും. ആ ടേമുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളുമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ സിലബസിലും ഫസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡെഫിനിഷൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ സിലബസിൽ കൃത്യമായിട്ട് ഒരു 7ഓളം ഡെഫിനിഷൻസിന്റെ ഹെഡിങ്സ്, അതായത് ടോപ്പിക് എന്താണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 7 ഡെഫിനിഷൻസിൽ നിന്ന് തന്നെ ആയിരിക്കും നോർമലി ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അതുമായി ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഡെഫിനിഷൻസ് ഉണ്ടെങ്കിൽ, പോയിന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ ആയിട്ടല്ല, അതിലെ കണ്ടന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ പഠിച്ചിട്ട് പോകുക. അപ്പൊ നമുക്ക് 1 മാർക്ക് എന്ന് പറയുന്നത് ഈ ഡെഫിനിഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഓൾമോസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓരോ നോക്കാം. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ, 2ാമത് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, 3ാമത് ഗോൾഡൻ അവർ, അതേപോലെ തന്നെ പബ്ലിക് പ്ലേസ്, നെക്സ്റ്റ് 5ാമത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, അതേപോലെ തന്നെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ഇല്ലേ. ഇത്രയും കാര്യമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് സിംഗിൾ ആയിട്ട് ഒറ്റ സെന്റൻസിൽ ഒന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് 1 ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ ആണ്. എന്താണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ? ഒരു സെമി ട്രെയിലർ ഘടിപ്പിച്ചിരിക്കുന്ന വാഹനത്തെയാണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിളിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻസിലായിട്ട് 4 കാര്യങ്ങൾ തരാം. അതിലൊരു ഓപ്ഷന് സെമി ട്രെയിലർ ഘടിപ്പിച്ചിരിക്കുന്ന വാഹനം എന്നായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെ വരും, സെമി ട്രെയിലർ ഘടിപ്പിച്ചിരിക്കുന്ന വാഹനത്തിന് പറയുന്ന പേര് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസിൽ ഒരെണ്ണം ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ ആയിരിക്കാം. അങ്ങനെയാണ് ഈ ഒരു ഡെഫിനിഷൻസിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ RC എന്നൊക്കെ പറയുന്നത് അല്ലെ. എന്താണ് RC എന്നുള്ള എല്ലാവർക്കും അറിയാം. ആ വാഹനം ഉപയോഗിക്കാൻ പ്രാപ്തമാണെന്ന് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഒരു അതോറിറ്റിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗോൾഡൻ ഹവർ ഉണ്ട്. കുറെ അധികം എക്സാമുകളിൽ അല്ലെ, പോലീസിന്റെ യൂണിഫോം പോസ്റ്റുകളിൽ മാത്രമല്ല നമ്മുടെ എക്സാമുകളിലൊക്കെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ഹവറിനെ കുറിച്ചായിരുന്നു അല്ലെ. ആ ഗോൾഡൻ ഹവർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ഒരാൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോൾഡൻ അവർ എന്ന് പറയും അല്ലെ. ആ സമയത്ത് നമ്മൾ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വലിയ അപകടങ്ങളിൽ നിന്ന്, വലിയ രീതിയിലുള്ള ഒരു കണ്ടീഷനിൽ നിന്ന്, ഡേഞ്ചർ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിയും. അതാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പബ്ലിക് പ്ലേസ് ആണ് കേട്ടോ. ഇത് രണ്ടായിട്ടാണ്. പബ്ലിക് പ്ലേസ് ആണ്. എന്താ പബ്ലിക് പ്ലേസ്? ഒരു പൊതുവായിട്ടുള്ള സ്ഥലം. അപ്പൊ നമുക്കിതിൽ ചോദിക്കാം, എന്തൊക്കെയാണ് ഒരു പൊതുവായിട്ടുള്ള സ്ഥലത്തിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതായിരിക്കും ചോദിക്കാം. എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടാവും? ഒരു റോഡ് ഒരു പബ്ലിക് പ്ലേസ് ആണ്.
ഒരു ബസ്സിൽ നിന്ന് ആളെ കയറ്റാനും ഇറക്കാനും ഉപയോഗിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ബസ് ബേ അങ്ങനെയുള്ള അല്ലെ റോഡുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങൾ ഇതൊക്കെ പബ്ലിക് പ്ലേസസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് പൊതുസ്ഥലത്തിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. എന്താണ് ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ? ഏതെല്ലാം വാഹനങ്ങളാണ് ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിളിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെ. എന്താണ് ഒരു ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്? GVW എന്ന് ഷോർട്ട് ആയിട്ട് വന്നിട്ട് അതിന്റെ ഫുൾ ഫോം ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് ചോദിക്കാം അല്ലെ. നമ്മളൊരു വാഹനത്തിന്റെ അൺലാഡഡ് വെയിറ്റും അതോടൊപ്പം തന്നെ അതിലുള്ള കയറ്റാൻ പറ്റുന്ന മാക്സിമം ലോഡായ പേലോഡ് കൂടി കൂടിയതാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. ഒരു വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റിന് മുകളിൽ ഒരിക്കലും വാഹനം ലോഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതൊരു വേറൊരു സെക്ഷനും നിയമപരമായിട്ട് അതൊരു ഒഫൻസ് ആയിട്ട് മാറും. ദെൻ നെക്സ്റ്റ് ഹെവി ഗുഡ്സ് ഓർ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസ്. രണ്ടും ഒന്നിച്ച് തന്നെ പറയാം അല്ലെ. ഹെവി വാഹനങ്ങൾ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വാഹനങ്ങളെ LMV എന്നും MMV എന്നും അതേപോലെ തന്നെ HMV എന്നും നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. LMV, MMV, HMV അല്ലെ. LMV എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാമിന് താഴെ, HMV എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാമിന് മുകളിൽ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതിൽ ചരക്കുകൾ കയറ്റുന്ന വാഹനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ഗുഡ്സ് വാഹനങ്ങളെന്നും പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ നമ്മൾ പാസഞ്ചർ വാഹനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. 7500 കിലോഗ്രാമിന് താഴെ, 7500 കിലോഗ്രാമിന് താഴെയാണെന്നുണ്ടെങ്കിൽ അല്ലെ, താഴെയാണെന്നുണ്ടെങ്കിൽ അത് LMV ആണ്. 12000 കിലോഗ്രാമിന്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ, 12000 കിലോഗ്രാമിന്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ അത് ഹെവി വാഹനത്തിൽ ഉൾപ്പെടും. എന്ത് LMV, MMV, HMV നമ്മുടെ 7500, 12000 പറയുന്നുണ്ട്. എന്താണ്? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെ. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ് നമ്മൾ പറയുന്നത് 7500 മുകളിൽ അല്ലെങ്കിൽ താഴെ എന്നുള്ള രീതിയിൽ, നമ്മൾ 12000 മുകളിൽ താഴെ എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത്. അപ്പൊ ഇതാണ് ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞ ഭാഗം. ഇതിൽ നിന്നാണ് ഫസ്റ്റ് നമുക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന്, ഈ ഒരു പോയിന്റിൽ നിന്ന്, ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള മാർക്ക് ഒരിക്കലും നിങ്ങൾക്ക് എന്താകാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് അടുത്തത് എന്ന് പറയുമ്പോൾ നമുക്ക് കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. കാറ്റഗറി ഓഫ് വെഹിക്കിൾസ്. ഇതിൽ നിന്നാണ് നെക്സ്റ്റ് രണ്ടാമത്തെ മാർക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് എന്നാണ്. നമുക്ക് കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് പഠിക്കാനുണ്ട്. M, N, T ഈ 3 ടൈപ്പ് വെഹിക്കിൾസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ ഇതിന്റെ കൂടെ എല്ലും കൂടി പഠിച്ചു വെക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ സെക്ഷൻസ് പഠിക്കുന്ന സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ നമ്മൾ എല്ല് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ല് കൂടി ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കുക. എൽ എന്ന് പറയുന്ന L ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് ആണ്. ഞാൻ ലേണേഴ്സ് ലൈസൻസിന്റെ L അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം ഇനി അടുത്ത ഞാനൊരു സ്ലൈഡ് മാറ്റുമ്പോഴും L പറയാൻ പോകുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ആ L അല്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് കേട്ടോ. അപ്പൊ M എന്ന ടൈപ്പ് വാഹനങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെ? പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന വാഹനങ്ങളായിട്ട് M ഉപയോഗിക്കുന്നു. ഗുഡ്സുകളെ കൊണ്ടുപോകുന്ന ഗുഡ്സിനുള്ള വാഹനങ്ങൾക്കായി N ആണ്. ട്രാക്ടർ, ട്രെയിലർ പോലുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? T ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി M-ൽ തന്നെ നമുക്കറിയാം എന്തൊക്കെ ഉണ്ട്. M1 ഉണ്ട്, M2 ഉണ്ട്, അതേപോലെ തന്നെ M3 ഉണ്ട്. N1-ലുണ്ട്, N1 ഉണ്ട്, N2 ഉണ്ട്, N3 ഉണ്ട് അല്ലെ. ടിയിലും അതേപോലെ തന്നെ T5 വരെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ M1 എന്താണ്, M2 എന്താണ്, M3 എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇതിന്റെ മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ കുറെ തവണ നമ്മൾ M1, M2, M3 എല്ലാ കാര്യങ്ങളും തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ M1, M2, M3, N1, N2, N3 എന്താണ് പഠിക്കേണ്ടത്? ചരക്കുകളെ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ N1 എന്നും പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ M കാറ്റഗറി വാഹനങ്ങൾ എന്നും നമ്മൾ പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റും അതേപോലെ തന്നെ ആളുകളെ കയറ്റുന്ന എണ്ണവുമാണ് നമുക്ക് എന്തിൽ വന്നിട്ടുള്ളത്? M-ന്റെ ക്ലാസിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. N-ന്റെ ക്ലാസിഫിക്കേഷനിലോ GVW മാത്രമാണ് അതിന് തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ GVW കറക്റ്റ് എത്രന് മുകളിൽ വരുന്നത്? 10 ടണ്ണിന് മുകളിൽ വരുന്നത്, അല്ലെങ്കിൽ 12 ടണ്ണിന് മുകളിൽ വരുന്നതും അതോടൊപ്പം തന്നെ ഇത്ര ആളുകളെ കയറ്റാൻ പറ്റുന്നതും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞതല്ല, അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഏതിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയേക്കണം. L-ന്റെ കേസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് 2 കാറ്റഗറി നിർബന്ധമായിട്ടും പഠിക്കുക, L1-ഉം L2-ഉം അല്ലെ. ഒരു 50 cc മുകളിലോട്ട് താഴോട്ട്, അതേപോലെ തന്നെ 45 km/h വേഗതയുടെ മുകളിലോട്ട് താഴോട്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഒരു മാർക്ക് കൂടി ഇവിടുന്ന് സ്കോർ ചെയ്യാൻ കഴിയണം. കാറ്റഗറി ഓഫ് വെഹിക്കിൾസിന്റെ ഭാഗമാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന അടുത്ത 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ കുറച്ച് സെക്ഷൻസും, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലെ കുറച്ച് സെക്ഷൻസും, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിലെ കുറച്ച് സെക്ഷൻസുമാണ് നമുക്ക് അടുത്ത ഒരു മാർക്കിന് വരുന്നത്. നോർമലി സാധാരണയായിട്ട് പാറ്റേണിൽ ചേഞ്ച് ഒന്നുമില്ലെങ്കിൽ ഇതിൽ നിന്നൊരു മാർക്കും ഇതിൽ നിന്നൊരു മാർക്കും ഇതിൽ നിന്നൊരു മാർക്കും നേടി അങ്ങനെ 5 മാർക്കിനായിരിക്കും നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആകുക. അപ്പൊ ഇതിലെ സെക്ഷൻസ് പറയുന്നുണ്ട് 3, 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് 3, 4, 5.
6, 10, 14, 15, 18, 20, 21, 23 എന്നുള്ള സെക്ഷൻസ് പറയുന്നുണ്ട്. അതേപോലെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലെ സെക്ഷൻസ് പറയുന്നുണ്ട്, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിലെ സെക്ഷൻസ് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. 3 എന്തിനാണ്, 4 എന്തിനാണ്, 5 എന്താണ്, 6 എന്താണ്, ഫോംസ് എന്താണ്, അതേപോലെ തന്നെ റിന്യൂവലിന്റെ ക്രൈറ്റീരിയ എന്താണ്, അല്ലെ ഡ്രൈവിംഗ് ലൈസൻസിലെ റിന്യൂവലിന്റെ ക്രൈറ്റീരിയ എന്താണ്, കോടതിക്ക് അയോഗ്യത കൽപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ അറിയാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ ഇതിന് മുന്നേയും വീഡിയോ ആഡ് ചെയ്തതുമാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. CMVRന്റെ കേസിലാണെന്നുണ്ടെങ്കിലും നമുക്കറിയാം, 3ാമത്തെ ജനറൽ മുതൽ തുടങ്ങുന്നു, അല്ലെ ഡ്രൈവിംഗ് ടെസ്റ്റിലോട്ട് പോകുന്നു. ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല. ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിന്റെ കേസിൽ, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിന്റെ കേസ് അതിന്റെ സമയത്താകുമ്പോൾ ഈ 4ാമത്തെ ലൈസൻസിങ് അതോറിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി, ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി അധികാരങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. പിന്നെ ഇവിടെ നമുക്ക് ലാസ്റ്റ് ആവുന്ന സമയത്ത് അൺഗാർഡഡ് റെയിൽവേ ക്രോസിംഗിലും ഗാർഡ് റെയിൽവേ ക്രോസിംഗിലും ഡ്രൈവർ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിലും പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തിരിക്കുക. ആ ഭാഗത്തു നിന്നൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലെ കാര്യത്തിൽ നമുക്ക് ഈ 3ാമത്തെ ജനറലിലാണ് നമ്മളുടെ ലേണിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എൽ ബോർഡ് വെക്കണം എന്ന് പറയുന്നുണ്ട്. ആ എല്ലിന്റെ ഡയമെൻഷൻസ് പറയുന്നുണ്ട്, അളവുകൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നുള്ളത് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഉറപ്പാക്കണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരിക്കലും മാർക്ക് മിസ്സാവുകയില്ല. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ എന്താണെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും മനസ്സിലാക്കുന്നു. ഇതിൽ ഞാൻ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് പോകുകയാണ്, 2ാമത്തെ മൊഡ്യൂളിലോട്ട് പോവാണ്. 2ാമത്തെ മൊഡ്യൂളും വീണ്ടും 5 മാർക്കിലുള്ള 2ാമത്തെ മൊഡ്യൂളാണ്. നമുക്ക് 2ാമത്തെ മൊഡ്യൂളിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 2 മാർക്കിന്റെ ഒരു സെക്ഷനും അതോടൊപ്പം തന്നെ 3 മാർക്കിന്റെ ഒരു സെക്ഷനും. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. 2 മാർക്കിന് എന്ന് പറയുന്നത് ഡ്രൈവറിന്റെ ബാഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ളതും പെർമിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ചോദിക്കാറുള്ളത്. ഓരോ വാഹനങ്ങൾ ചോദിച്ചിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാഹനങ്ങൾ നിങ്ങൾക്കറിയാം. അതിൽ ഓരോന്നിന്റെയും പെർമിറ്റ് അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റി എത്രയാണ്, രജിസ്ട്രേഷൻ വാലിഡിറ്റി എത്രയാണ്, ഫിറ്റ്നസ് എത്ര കാലത്തേക്കാണ്, ഫിറ്റ്നസ് ആവശ്യമില്ലാത്ത വാഹനങ്ങളുണ്ടോ, രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത വാഹനങ്ങളുണ്ടോ, അങ്ങനെയുള്ള വാഹനങ്ങളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ ഓരോന്നിനുള്ളത്. ഇപ്പൊ കോൺട്രാക്ട് കാരേജ് എന്താണ്, ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്താണ്, സ്റ്റേജ് കാരേജ് എന്താണ്, മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ്, ഇതിലെ സീറ്റിംഗ് കപ്പാസിറ്റികൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത് ഈ ഒരു 2 മാർക്കിന് വരുന്നത് അല്ലെ. ടെമ്പററി പെർമിറ്റ് എന്താണ്, പെർമനന്റ് പെർമിറ്റ് എന്താണ്, ടെമ്പററി പെർമിറ്റിൽ എത്രയാണ് അതിന്റെ കാലാവധി, എത്ര വർഷത്തോളം അതിന് നീട്ടിക്കൊടുക്കാം, ഇതൊക്കെ ചോദ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഓരോന്നിനും ആൻസർ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ഇതിന് മുന്നേ നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ തന്നതായതുകൊണ്ടാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം. അതിന് ഏതെങ്കിലും ഇപ്പൊ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റത്തെ 2 മാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ 3ാമത്തിൽ എത്തുന്ന സമയത്ത് അതിന്റെ 3 മാർക്കിൽ വരുന്നത് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ആണ് അല്ലെ. നമ്മളുടെ സിലബസിൽ 3ാമത്തെ റൂൾ മുതൽ 40ാമത്തെ റൂൾ വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. 40 റൂളുകളാണ്. ഈ 40 റൂളുകളിൽ നിന്ന് നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 3ൽ കൂടുതൽ വന്നു എന്ന് തന്നെ പറയാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിലും മറ്റുള്ള കാര്യങ്ങളിലും വരുന്നത് കൊണ്ട് നമുക്ക് അതിൽ കൂടുതൽ വരാനുമുള്ള സാധ്യത ഉണ്ട്. സോ 3 മുതൽ 40 വരെയുള്ള റൂളുകൾ, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിന്റെ റൂളുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇനി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് നിങ്ങൾ ഓരോ റെഗുലേഷൻസിലും പ്രത്യേകമായിട്ടുള്ള അളവുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോ ഒരു ഇത്ര മീറ്റർ വിട്ട് 5 മീറ്റർ വിട്ട് വേണം വാഹനം നിർത്താൻ അല്ലെ. അല്ലെങ്കിൽ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മിനിറ്റിൽ കവിയുന്നതായിരിക്കും പാർക്കിംഗ്, അങ്ങനെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിൽ നിന്ന്, അപകടകരമായ വാഹനങ്ങളിൽ നിന്ന് 50 മീറ്റർ സുരക്ഷിതമായ അകലം പാലിക്കണം വാഹനം ഓടിക്കുന്ന സമയത്ത് അല്ലെ. അങ്ങനെയുള്ള അളവുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ 50 മീറ്റർ മുന്നേ ആയിരിക്കണം അല്ലെ, 50 മീറ്റർ മുന്നേ ആയിരിക്കണം അതിന്റെ നമ്മളുടെ വാണിംഗ് ട്രയാങ്കിൾ വെക്കേണ്ടത് അല്ലെ, റിഫ്ലക്റ്റീവ് വാണിംഗ് ട്രയാങ്കിൾ വെക്കേണ്ടത്. ഒരു ടണലിൽ വാഹനം ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടണലിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഗാർഡഡ് റെയിൽവേ ക്രോസിംഗിലും അൺഗാർഡഡ് ആയിട്ടുള്ള റെയിൽവേ ക്രോസിംഗിലും വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ റൂളിൽ പറയുന്നുണ്ട്. 40 റൂളുകളും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയിരിക്കണം. കറക്റ്റായിട്ട് അതിന്റെ വാല്യൂസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. വാല്യൂസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ 2-3 റൂളുകളെ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് അല്ലെ, ഒരു 3-4 റൂളുകൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് അതിൽ ശരി ഏത് തെറ്റേത് എന്ന് ചോദിക്കുന്ന രീതിയിലും, അല്ലെങ്കിൽ 1, 2, 3 ശരിയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ്. കാരണം ഇവിടെ 40ഓളം റൂളുകളെ, അതായത് 3 മുതൽ 40 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 37 റൂൾ തന്നെ വന്നു. അതിൽ സബ് റൂളുകളും സബ് പോയിന്റുകളും എക്സ്ട്രാ ഉണ്ട്.
ഈ 37 റൂളുകളെ നമുക്ക് 3 മാർക്കിലോട്ട് ഒതുക്കണം. അപ്പൊ മാക്സിമം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത്രയും പഠിച്ച ആളുകൾക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇതാണ് നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂൾ പറയാനുള്ളത്. അപ്പൊ ബാഡ്ജ്, അതേപോലെ പെർമിറ്റ്, ഫിറ്റ്നസ്, ഓരോ വാഹനത്തിന് പ്രൈവറ്റ് വാഹനങ്ങളുടെ ഫിറ്റ്നസ്, അത് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ ഫിറ്റ്നസിന്റെ കാലാവധി എത്ര വർഷം കഴിയുമ്പോഴാണ് പുതുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. മൂന്നാമത്തെ മൊഡ്യൂളിന്റെ സമയത്തിൽ അതിൽ നമുക്ക് 5 മാർക്കിന് വരുന്നുണ്ട്. ടോട്ടലി 5 മാർക്കിന് ഒന്നിച്ചത് നമുക്ക് ശരിക്കും അതിൽ CMVRലെ റൂള് 31A ഡ്രൈവിംഗ് തിയറിയാണ് മെയിൻലി വരുന്നത് അല്ലെ. ഡ്രൈവിംഗ് തിയറി, ഈ ഡ്രൈവിംഗ് തിയറിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ ഡ്രൈവിംഗ് തിയറി കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് പഠിക്കണം ഡ്രൈവിംഗ് തിയറിയിൽ അല്ലെ. അതിൽ ഫുഡ് കൺട്രോൾ, ഹാൻഡ് കൺട്രോൾസ്, പ്രീ ഡ്രൈവിംഗ് ചെക്സ്, ഇതിൽ ഈ ഒരു ഭാഗങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ബിഗിനിങ് ടു ഡ്രൈവ്, ഡ്രൈവിംഗ് ഓൺ ദി റോഡ്, ഡ്രൈവിംഗ് ഇന്റർസെക്ഷൻസ്, റിവേഴ്സിംഗ് ആൻഡ് പാർക്കിംഗ്, ഡ്രൈവർ റെസ്പോൺസിബിലിറ്റി ഓൺ റോഡ്സ് അല്ലെ. അതായത് വാഹനത്തിന്റെ മെയിൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ. ക്രോസ് കൺട്രി, ഒരു മറ്റു രാജ്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അതൊരു ഡ്രൈവറുടെ ഗുഡ് ക്വാളിറ്റീസ് അല്ലെ. അതേപോലെ തന്നെ MSM, PSL എന്താണ്, ഡ്രൈവർ ഡ്രൈവ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ, സ്റ്റോപ്പ് ചെയ്യുന്ന രീതി എങ്ങനെയൊക്കെ, ഈ ഓരോ കാര്യങ്ങൾ ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് ശ്രദ്ധിച്ച് മനസ്സിലാവും. നമുക്ക് ജസ്റ്റ് ഒരു വാഹനം ഓടിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ കാര്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞ ഒരു മൊഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. കാരണം വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഒരു വാഹനം ഓടിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. സോ ഇതിൽ ജസ്റ്റ് അതിൽ ബേസിക് ആയ കാര്യങ്ങളും, ഇവിടെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഡ്രൈവർ എന്നിടത്ത് നമ്മളുടെ ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്താണ്, അതേപോലെ IPD എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. അതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഇത്രയാണ് അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. നാലാമത്തെ മൊഡ്യൂളിലോട്ട് പോകുകയാണ്. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വൈഡ് ആയിട്ടുള്ള, ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് വരുന്ന മൊഡ്യൂളാണ് നാലാമത്തെ മൊഡ്യൂൾ. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചോദ്യം ചോദിക്കാം, നമുക്ക് മാർക്ക് തെറ്റാനും സാധ്യത ഉണ്ട്. കാരണം ഇതിലാണ് നമ്മളുടെ ഫൈനിന്റെ വാല്യൂസും കാര്യങ്ങളും വരുന്നത്. 1000, 500, 10000, ആദ്യത്തെ തവണ 10000, രണ്ടാമത്തെ തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 20000, 3 മാസം തടവ്, ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തെറ്റാൻ സാധ്യത വളരെയധികം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ആൻസർ ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ മതി, എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യത ഉള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ആൻസർ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നാകാനാണ് സാധ്യത. കാരണം നമ്മൾ ആ സമയത്ത് നമ്മളൊന്ന് ടെൻസ്ഡ് ആവും. കാരണം ഇതിന്റെ വാല്യൂസ് ഒക്കെ കാണുമ്പോൾ എല്ലാ വാല്യൂസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, സിമ്പിൾ അല്ലാത്തതാണ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം. സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ സ്പീഡ് ലിമിറ്റുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ലിമിറ്റ് ഓഫ് സ്പീഡ് ഒരു മാർക്കിന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു മാർക്കിന് എന്തായാലും ലിമിറ്റ് ഓഫ് സ്പീഡ് ചോദിക്കും, ഒരു സംശയമല്ല. അതൊരു വാഹനത്തിന്റെ 6 വരി പാതയിൽ ഒരു സാധാരണ ഒരു LMVയുടെ വേഗത എത്ര, മാക്സിമം വേഗത എത്ര, ഒരു ഹെവി വാഹനത്തിന് ഒരു 4 വരി പാതയിലൂടെയുള്ള വേഗത എത്ര. അപ്പൊ നമ്മൾക്ക് ഏതൊക്കെ ടൈപ്പ് റോഡുകൾ ഉണ്ടെന്നും അതിലൊക്കെ ഓരോ വാഹനത്തിന്റെ വേഗതയും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒരു സ്കൂൾ ബസിന്റെ വേഗത എത്രയാണ്, ഒരു സിറ്റി ലിമിറ്റിൽ ഒരു വാഹനത്തിന്റെ വേഗത എത്രയാണ്, ഒരു ബൈക്കിന് കേരളത്തിലെ റോഡിലൂടെ സഞ്ചരിക്കാവുന്ന മാക്സിമം വേഗത എത്രയാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ സ്പീഡ് ലിമിറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചോദിക്കുന്നുണ്ടായിരിക്കുക. ദെൻ അടുത്തത് അതേപോലെ തന്നെ വെയിറ്റ്, ഒരു ഓവർ വെയിറ്റ് വരുന്ന സംഭവങ്ങൾ, അതിന്റെ തൂക്കി നോക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ഒരു 130, 134 ഡ്രൈവറുടെ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ദെൻ 177 മുതൽ 201 വരെ നമ്മളുടെ ഒഫൻസസ് അല്ലെ. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സെക്ഷൻസും വരുന്ന ഒഫൻസസ്. നമ്മൾ ഈ ഒരു ഭാഗം മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂർ പറഞ്ഞാൽ പോലും തീരാത്ത അത്രയും കാര്യങ്ങൾ ഇതിലെ ഓരോ സെക്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് നമുക്ക്. സോ ഈ ഒരു ഭാഗം നിങ്ങൾ ക്രൂഷ്യലാണ്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക, ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്ന് ആളുകൾക്ക് നല്ലോണം തെറ്റുകൾ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് അപ്പൊ ഇതിൽ നിന്ന് 5 മാർക്കാണ്. നല്ല രീതിയിൽ ആൻസർ ചെയ്യുക, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക, വാല്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റ് തന്നെയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം പ്രെഡിക്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ തെറ്റാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം എല്ലാത്തിനും വാല്യൂസ് ആണ് വരുന്നത്. അതിൽ നമുക്ക് ഒരേ 500 അല്ലെങ്കിൽ 1000 ഫൈൻ വരുന്ന ഡിഫറെന്റ് സെക്ഷൻസും നമുക്ക് അതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് അടുത്തൊരു മൊഡ്യൂൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ പറയാം. ഇവിടെ 168, 169 ഒരു റൂള് പറയുന്നുണ്ട്. ഈ 168, 169 തന്നെ 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. സോ ഒരു നല്ല സമരിയാക്കാരൻ ആരാണ്, ഒരു ഗുഡ് സമാരിറ്റന്റെ അയാളുടെ എക്സാമിനേഷൻ, അയാളെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, സമാരിറ്റൻ ആരാണെന്ന് അറിഞ്ഞിരിക്കണം, അയാളുടെ അവകാശങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായിരിക്കും ക്വസ്റ്റ്യൻ വരിക, വേറെ ഒന്നും അവിടെ നിന്ന് വരാനില്ല.
ഒരു നല്ല സമരക്കാരൻ ആരാണ്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അയാൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, അയാൾ ഇപ്പോൾ സ്വമേധ സാക്ഷിയാകണോ, അയാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അയാളെ കേസ് എൻക്വയറി ചെയ്യാൻ പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ പോകണോ, സിവിൽ ഡ്രസ്സിൽ പോകണോ, അതേ ചോദിക്കുള്ളൂ, വേറെ ഒന്നും അതിന് ചോദിക്കാനില്ല. അപ്പൊ ആ ഭാഗങ്ങൾ നിങ്ങൾ കറക്റ്റ് സ്കോർ ചെയ്യുക. അപ്പൊ ഈ ഒരു 2 റൂള് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 134A എന്ന് പറഞ്ഞൊരു ഭാഗം കൂടി വരുന്നുണ്ട്. ആ ഭാഗം കൂടി ഇതിലെ കൂടെ പഠിക്കുക. ഇത് വേറെ സിലബസിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഈ ഒരു റൂളുമായി ലിങ്ക്ഡ് ആയതുകൊണ്ടും ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഈ 168ലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 134A പ്രകാരം അദ്ദേഹത്തിന് സംരക്ഷണം ലഭിക്കും എന്ന് പറയുന്നത് കൊണ്ട് ആ 134A എന്താണ് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് 206ഉം 207 അല്ലെ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് രേഖകൾ കണ്ടുകെട്ടുന്നതിനും വാഹനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങളൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ CMVRലെ കുറച്ച് റൂൾ 138, 138A മുതൽ 139A, ഇവിടെ ഒരു 167 സിഗ്നൽസുമായി ചലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, ചലാൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക കറക്റ്റ് ആയിട്ട്. ഇതിൽ മൊത്തം 3 മാർക്കിനാണ് വരുന്നത്. തെറ്റിക്കാതെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും പറയുന്നത് കാരണം നമുക്ക് ഇവിടെ വാല്യൂസും കാര്യങ്ങളും വരുമ്പോൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഞാൻ ലാസ്റ്റ് മൊഡ്യൂളിലോട്ട് പോവാണ്. ലാസ്റ്റ് മൊഡ്യൂളിലോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ റൂളുകളുമായി ബന്ധപ്പെട്ട തന്നെയാണ്, CMVRലെ റൂളുകൾ തന്നെയാണ് വീണ്ടും പറയുന്നത്. സ്പീഡോമീറ്റർ, സ്പീഡ് ഗവർണർ, ഹോണ്, അതേപോലെ തന്നെ സൈലൻസർ, വാഹനത്തിന്റെ പെയിന്റിങ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത്. പിന്നെ മോട്ടോർ സൈക്കിളിൽ ഉപയോഗിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ് അല്ലെ, മറ്റു വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സീറ്റ് ബെൽറ്റ്, ഏത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത്, ഹാർനസ് നിർബന്ധമാക്കിയിട്ടുള്ള വയസ്സ്, ഏജിന്റെ ലിമിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്പീഡോമീറ്റർ, ഏത് വാഹനത്തിന് ഏത് സ്പീഡിലുള്ള വാഹനങ്ങൾക്ക് വരെ സ്പീഡോമീറ്റർ നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്പീഡ് ഗവർണർ, ഓരോ വാഹനത്തിലും, ഒരു കൊമേഴ്ഷ്യൽ വാഹനത്തിനും ഒരു നോർമൽ ട്രാൻസ്പോർട്ട് വാഹനത്തിനും അല്ലാത്തൊരു വാഹനത്തിനും നമ്മൾ കൊടുക്കുന്ന അസാഡസ് വാഹനത്തിനൊക്കെ കൊടുക്കുന്ന സ്പീഡ് ഗവർണറിൽ എത്ര വരെ മാക്സിമം സ്പീഡ് ആണ് അവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഒരു വാഹനത്തിന് അടിക്കാൻ പറ്റുന്ന കളറുകളും അടിക്കാൻ പറ്റാത്ത പെയിന്റിങ്, അല്ലെ അടിക്കാൻ പറ്റുന്ന പഠിക്കണ്ട, അടിക്കാൻ പറ്റാത്ത കളർ ഏതൊക്കെയാണ്, 2 കളറുകളുണ്ട്, അത് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ പഠിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ആവുന്ന സമയത്ത് നമ്മളുടെ അസാഡസ് വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അസാഡസ് ലൈസൻസ്, അതിന്റെ വാലിഡിറ്റി, അതിൽ അസാഡസ് വാഹനങ്ങളിൽ അസാഡ് ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ ഉണ്ടാകുന്ന എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്താണ്, ക്ലാസ് ലേബൽ എന്താണ്, ഈ കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതിൽ എങ്ങനെയൊക്കെയാണ് അത് അതുമായി ബന്ധപ്പെട്ടിട്ടില്ല അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് 6th മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ നമുക്ക് 6 മൊഡ്യൂളുകളാണ് ഉള്ളത്. ഓരോ മൊഡ്യൂളിനും 5 മാർക്കാണ്. നമ്മൾ ആദ്യത്തെ 2 മൊഡ്യൂൾ കുറച്ച് ഈസിയാണ് എന്ന് പറയാം, 3ാമത്തെ മൊഡ്യൂളും ഈസിയാണ്. 4, 5, 4ാമത്തെയും 6ാമത്തെയും ഒക്കെ മൊഡ്യൂളിലോട്ട് വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം. പക്ഷെ ഇവിടെ നിന്നൊന്നും ഇതുവരെ നടന്ന എക്സാമുകളിൽ വലിയൊരു ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ബേസിക്കലി എന്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് ഒരാൾക്ക് അറിയോ എന്നുള്ള രീതിയിലെ ക്വസ്റ്റ്യൻസ് കണ്ടുള്ളൂ. നമുക്ക് ഇത്തവണയും അങ്ങനെ വരും എന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങൾ 6 മൊഡ്യൂളിലും എന്തൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക. ഏതെങ്കിലും അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ 4 മൊഡ്യൂളത്തെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ മാസത്തെ യൂണിഫോം പോസ്റ്റൽ എക്സാമുകൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഓഗസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എക്സാം, ഡ്രൈവറിന്റെ ഏറ്റവും കൂടുതൽ കാറ്റഗറിയിൽ നടക്കുന്ന ഡ്രൈവർ കം OAയുടെ എക്സാം നടക്കാൻ പോവാണ്. അപ്പോൾ OAക്ക് വേണ്ടിയിട്ട് ഒരു 30 ഡേയ്സ് ക്രാഷ് ബാച്ച് CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 30 ദിവസത്തേക്കുള്ള ഒരു ക്രാഷ് ബാച്ച് ആണ്. നമ്മുടെ കോഴ്സിന്റെ കംപ്ലീറ്റ്ലി സിലബസ് ബേസ്ഡുള്ള മൊഡ്യൂൾസ് കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡർ ക്ലാസ്സസ് നിങ്ങൾക്ക് കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, PYQ, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനിലെ അനാലിസിസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി തന്നെ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ CCയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്രൈവർ എക്സാം എഴുതുന്ന കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, താങ്ക്